നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്ന് രാവിലെ ബാത്റൂം ഏരിയയിൽ നമ്മുടെ ഗബ്രി, നിത്യഹരിത നായകനായ കാമുകനായ ഗബ്രി എന്ത് ചെയ്യുന്നു? വളരെ നിരാശ കാമുകനെ പോലെ, ഡിപ്രസ്ഡ് ആയ ഒരു മനുഷ്യനെ പോലെ വളരെ എന്ത് ചെയ്തു, സങ്കടപ്പെട്ടിരിക്കുന്ന, തലകുനിച്ചിരിക്കുന്ന ഗബ്രിയെ കാണുന്നു. ഈ ഗബ്രിയെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാമുകിയായ ആര് വരുന്നുണ്ട്? ഈ ജാസ്മിൻ വരുന്നുണ്ട്. ജാസ്മിൻ ഗബ്രി വാടാ, നിനക്ക് എന്ത് പറ്റിയിട മോനെ, മുട്ടേ കൊത്ത എന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ വളരെ വെയിറ്റ് ഇട്ട്, എനിക്ക് നീ വേണ്ട പോ, ഞാൻ ഭയങ്കര എൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കട്ടെ എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ആരിയ്ക്കുന്നു? നമ്മുടെ ഗബ്രി ഇരിക്കുന്നു. അതിനുശേഷം ഗബ്രി വരണ വരെ അവള് എന്ത് ചെയ്യുന്നു? ബാത്റൂമിൽ ഏരിയയിൽ നിന്ന് കറങ്ങുന്നു. നീ വാ, എന്തുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ എന്ന് പറയുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് വെളിയിൽ പോയിരുന്നു. അവൻ്റെ കൈ പിടിക്കുന്നു, മോങ്ങുന്നു. എന്തായാലും ശരി, ഞാൻ നിന്റെ കൂടെ കാണും, മറ്റതാണ് മറിച്ചതാണ് ഒക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും, ഇത് കാണിക്കുന്നതെല്ലാം ഡ്രാമയാണെന്ന്. മനസ്സിലായോ? ഈ പറയുന്ന ഗബ്രി കാണിക്കുന്നത്, ഈ പറയുന്ന ഡിപ്രഷൻ അടിച്ചിരിക്കുന്നതും, ഈ പറയുന്ന നിരാശ കാമുകന്റെ ഒരു റോൾ എടുത്തണിഞ്ഞിരിക്കുന്നതും, പിന്നീട് തല കുനിച്ചിരിക്കുന്നതും, ഇതൊക്കെ കാണുമ്പോൾ കാണിക്കുന്നത് മൊത്തം ആക്ടാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നീട് ആരാണ്? ജാസ്മിൻ വന്ന് ഇവന്റെ അടുത്ത് പറയുകയാണ്, എന്താണ് പേടിക്കേണ്ടടാ, ഞാനല്ലേ മറ്റതാണ് മറിച്ചതാണ് എന്ന് പറയുന്നതും ഇതൊരു ഡ്രാമയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബന്ധവും ഡ്രാമയാണോ? അതായത് പുറത്ത് ഇത്രയും പിന്നീട് വലിയൊരു ഇഷ്യൂ നടക്കുന്നു, ഇവരുടെ കോംബോ വളരെ നെഗറ്റീവാണ് പുറത്തോട്ട് പോകുന്നത്, പുറത്ത് ഉള്ളതെന്നും, നമ്മളെ പിരിഞ്ഞാൽ, അതായത് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആയി പിന്നീട് മത്സരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് വോട്ട് കിട്ടുമെന്നും ഇവർക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടുമെന്നൊക്കെ ജാസ്മിൻ ഇന്നലെ പല ആവർത്തി പറയുന്നുണ്ട്. എന്നിട്ട് കൂടി ഇവരെ കൂടത്തെ ജാസ്മിൻ ഇപ്പോഴും അവന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഇവര് മൊത്തം ഫേക്ക് ആണെന്നും പറയും. ഫേക്കാണെന്ന് തോന്നുന്നില്ല, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആക്ച്വലി ഇവർ തമ്മിൽ പ്രണയമൊന്നും ഇല്ലേ എന്നുള്ളതാണ്. ഞാൻ ഇത് തുടക്കമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവര് തമ്മിൽ ഇവര് കാണിക്കുന്ന റിയൽ ആണ് എന്നുള്ളത്. അതായത് ഈ ഡ്രാമയല്ല ഞാൻ റിയൽ എന്ന് പറയുന്നത്. അതായത് ഇവര് തമ്മിൽ ആത്മാർത്ഥ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. ഇവര് തമ്മിൽ ഒരു ആത്മാർത്ഥ പ്രണയവും അവിടെ ഇല്ല. ഇവര് തമ്മിലുള്ളത് ഒരു അഫക്ഷനാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സുകളോട് തോന്നുന്ന ഒരു അഫക്ഷൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ് ക്ലിയർ ആയോ? അവർ ഈ കാണിക്കുന്നത്, അതായത് ഒരു സ്പർശന സുഖം നേടുന്നില്ല. അത് ഇനി ഈ പറഞ്ഞതുപോലെ പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അതൊരു പ്രേമമാണോ, ദിവ്യ പ്രേമമാണോ വെച്ചാൽ അല്ല. മനസ്സിലായോ? ഞാൻ പറയുന്നതിന്റെ ആ ഒരു നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇവരിപ്പോ ഇന്ന് കാണിച്ചില്ല ഈ സംഭവം, ഗബ്രി ഈ പറയുന്ന ജാസ്മിനെ, അതൊക്കെ ഫേക്ക് തന്നെയാണ്, അതൊക്കെ ഡ്രാമ തന്നെയാണ്. അതൊക്കെ പ്രേക്ഷകരെ പിന്നീട് ഇന്ന് കൺവിൻസ് ചെയ്യും. ഇന്ന് ഗബ്രിയെ കാണിക്കുന്നത് ഡ്രാമ തന്നെയാണെന്ന് ആർക്കറിയാം? സത്യം പറഞ്ഞാൽ ഈ ജാസ്മിൻ അറിയാം, ഈ ഗബ്രി കാണിക്കുന്ന ഡ്രാമയാണെന്ന്. അതുപോലെ തന്നെ ജാസ്മിൻ ഇവിടെ വന്ന് കരയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ വന്ന് പിന്നീട് ഇവനെ ഇങ്ങനെ എന്ത് സോൾവ് ആക്കാം, അല്ലെങ്കിൽ ഇവനെ പിന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഡ്രാമയാണെന്ന് ആർക്കറിയാം? അത് ഗബ്രിക്കും അറിയാം. പരസ്പരം ഇവർക്കറിയാം ഇവർ തമ്മിൽ കാണിക്കുന്ന ഡ്രാമയാണെന്ന്. ഇവർ ഈ ഡ്രാമ കാണിക്കുന്നത് പ്രേക്ഷകരെ മുന്നിലേക്ക് ഈ ഡ്രാമ കാണിച്ച് വീണ്ടും പഴയ ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതൊരു ആത്മാർത്ഥ പ്രണയമോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് പിന്നീട് ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള ഒരു അഫക്ഷൻ, നമുക്ക് ചിലയിടത്തായിട്ട് നമുക്ക് അവർക്കൊരു പ്രണയവും കാര്യങ്ങളില്ല. പക്ഷെ അവർ അടുത്തിരിക്കുമ്പോൾ അവരുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം എനിക്ക് വേണ്ടെന്നില്ല, അവനെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മൾ അടുത്തിരിക്കുമ്പോഴോ, ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് എനിക്കിഷ്ടമാണെന്ന് വെച്ചു, അല്ലെങ്കിൽ എനിക്ക് അവളോട് ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട്, അവൾ എൻ്റെ അടുത്തില്ലെങ്കിൽ എനിക്കൊരു തേങ്ങയില്ല, അവൾ അടുത്തില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, നീ അവൾ ആരോ എനിക്കറിയാം. പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര പൊസസീവ്നെസ് തോന്നും, അവൾ വേറെ അടുത്ത് സംസാരിക്കലെന്ന് തോന്നും, അവൾ എൻ്റെ അടുത്ത് തന്നെ വരണം തോന്നും, അവളെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കും, അവളെ ദേഹത്തോടും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഞാൻ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതൊരു പ്രണയമല്ല, അത് ആത്മാർത്ഥ പ്രണയമെന്നല്ല, ഒരു അഫക്ഷൻ, ഒരു അട്രാക്ഷൻ, ഒരു സുഖം. കാരണം എൻ്റെ ഒന്നും അല്ലെങ്കിൽ കൂടി എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പക്ഷെ എനിക്ക് വേണം, എൻ്റെ സ്വകാര്യതയാണ്. അപ്പം എൻ്റെ അടുത്ത് അവൾ ഉള്ളപ്പോൾ അവൾ വേറെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, എൻ്റെ അടുത്ത് തന്നെ വരണം, എന്നെ തലോടണം, എന്നെ ഉമ്മ വെക്കണം, മറ്റേത് വരണം, മറിച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ നീഡിന് വേണ്ടി ഞാൻ പലതും അവളടുത്ത് പറയും. പക്ഷെ അവൾ പുറത്ത് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവളെ എൻ്റെ കൺമുമ്പിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അവളെ ഒരു വാല്യൂ ഇല്ല, അവളെ എൻ്റെ ജീവിതത്തിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഗബ്രി പറയുന്നത്, ജീവിതത്തിലേക്ക് വേണ്ട എനിക്ക് അവളെ, എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആരെ ആഗ്രഹമല്ല. ഈ പറയുന്ന പിന്നീട് ജാസ്മിനെ കൊണ്ടുപോകാൻ അവന് ആഗ്രഹമില്ല. പക്ഷെ ഇവിടെ അവന് വേണം, ഇവിടെ അത് അവന്റെ നീഡാണ്. ഇവിടെ ഗബ്രി ഈ പറയുന്ന ജാസ്മിനെ അവനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഇവന് കൊള്ളുന്നുണ്ട്. മനസ്സിലായി? ഈ ജാസ്മിനെ അവനെ ഈ പറഞ്ഞതുപോലെ എന്താണ്, ബാറ്റാർക്ക് സംസാരിക്കുമ്പോഴോ
ഇതൊക്കെ ഇവന് കൊള്ളുന്നുണ്ട്. പക്ഷെ ഇവൻ എപ്പോഴും ജാസ്മിന്റെ സാമീപ്യം അവന് ആഗ്രഹമുണ്ട്, ഈ ജാസ്മിന്റെ സ്പർശനം അവന് ആഗ്രഹമുണ്ട്, ജാസ്മിൻ എപ്പം യവന് വേണ്ടിയിട്ട് നിൽക്കണമെന്ന ആഗ്രഹമുണ്ട്. അതായത് ഈ ഒന്നുമില്ലെങ്കിലും ഈ ഗെയിം ഷോ കഴിയുന്നത് വരെയെങ്കിലും ജാസ്മിൻ എന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം രണ്ടുപേർക്കും അറിയാം പുറത്ത് ഈ കോംബോ ഭയങ്കര നെഗറ്റീവാണ്, രണ്ടുപേർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോംബോയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ജാസ്മിനും ഉള്ളത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ജാസ്മിനും ഉള്ളത്. ജാസ്മിനും യവന്റെ സാമീപ്യം, ജാസ്മിന് യവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പുറത്തു പോയി കിട്ടാനും കൂടെ റെഡിയാണ് ജാസ്മിന്. മനസ്സിലായോ? എന്നുവെച്ചാൽ ജാസ്മിൻ അങ്ങനെയാണല്ലോ, ജാസ്മിന്റെ വെളിയിലുള്ള റിലേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആരെ കണ്ടാലും നല്ല രീതിയിൽ അടുപ്പം കൂടും, മറ്റുള്ള പുറത്ത് അപ്പോഴുണ്ടായിരുന്ന റിലേഷനെ മറക്കും, പുതിയ റിലേഷനെ കൊണ്ട് പിന്നെ അവനെ കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയേ അടങ്ങും എന്നുള്ള രീതിയിൽ അവന്റെ ബാക്കിൽ നടക്കും. അവസാനം പുതിയവനെ കാണും, അവൾ പുതിയ എടുത്ത് പോകും. അതാണ് ഇപ്പോൾ ഇവരുടെ ഒരു 3-4 റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ് അല്ലേ. ആദ്യം ഒന്നായി അതിന് എൻഗേജ്മെന്റ് ഈ റിലേഷനിൽ നിൽക്കുമ്പോൾ ഈ ജാസ്മിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യനുമായിട്ട് റിലേഷൻ നിൽക്കുമ്പോൾ ഭയങ്കര ഹാർഡ്, അവന് വേണ്ടി മറ്റത് മറിച്ചത് ഇടിയും അവന് വേണ്ടി ചാവാൻ വേണ്ടി നടക്കും. മനസ്സിലായോ? അവന് വേണ്ടി ചാവാൻ വരെ ഇവൾ തയ്യാറാണ്. ആ കാലയളവിൽ പുതിയൊരാളെ കാണുമ്പോൾ, പുതിയൊരു പേഴ്സണാലിറ്റിയെ കാണുമ്പോൾ, പുതിയൊരു വ്യക്തിയെ കാണുമ്പോൾ ഇവൾക്ക് അതേ പ്രണയം ഇവന്റെ അടുത്തും തോന്നുമെന്നുള്ളതാണ്. പ്രസന്റിലെ ആരടുത്താണ് പ്രണയം, അവനോട് ഗാഢത കൂടും ഇവൾക്ക്. അപ്പോൾ മുമ്പ് നിന്ന പ്രണയത്തെ അവൾ മറക്കും. അതായത് ഇപ്പൊ ഗബ്രിയോട്, ഇപ്പൊ ഗബ്രി നിലവിൽ അവൾക്ക് പ്രണയം ആരെടുത്താ, ഗബ്രിയുടെ അടുത്താ. ഗബ്രിയുടെ അടുത്താണ് ഇപ്പൊ സ്ട്രോങ്. മറ്റാരെ അവൾക്ക് ഇപ്പം ഈ പറയുന്ന അഫ്സൽ കൂടെ നടന്നതും കെട്ടാൻ പോകുന്നതും വാക്ക് കൊടുത്തതും പിന്നെ കറങ്ങാൻ പോയതും കുറെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവൾ മറന്നു. ഇപ്പൊ അവളുടെ പ്രസന്റ് അവളിപ്പോ ആലോചിക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, എനിക്കിപ്പോ പ്രസന്റിൽ ആരാണുള്ളത്, ഗബ്രിയാണുള്ളത്, ഗബ്രി മതി. ഇപ്പൊ ഗബ്രിക്ക് വേണ്ടി അവൾ എന്ത് ചെയ്യും, അതാണ് ഇവരുടെ ക്യാരക്ടർ. ഇത് കഴിഞ്ഞ് പുതിയൊരു പേഴ്സണാലിറ്റി കാണുന്നു വെച്ചാൽ പുതിയൊരാളെ കാണുന്നു, പുതിയൊരു വ്യക്തിയെ കാണുന്നു, പുതിയൊരു ക്യാരക്ടറിനെ കാണുന്നു, പുതിയ അവനോട്ട് സംസാരിച്ച് അവനോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രണയം ഇവള് മറക്കും. ഇതാണ് അവരുടെ ബേസിക് ക്യാരക്ടർ. ഈ പ്രണയം ഇവള് മറന്നിട്ട് പിന്നെ അവൻ്റെോടാവും. കാരണം അകന്ന് നിന്ന് കഴിഞ്ഞു. ഇപ്പൊ ഗബ്രി ഇപ്പൊ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവൾക്ക് ഈ പ്രണയം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗബ്രി അകന്ന് നോക്ക്, പുതിയൊരു പേഴ്സണാലിറ്റി ഇവൾക്ക് അവരുടെ അടുത്ത് പ്രണയം വരികയും ഗബ്രി പിന്നെ ഒന്നുമില്ലാതാവും. ഗബ്രി പിന്നെ ഒന്നുമില്ല, പിന്നെ യവനാണ് പുതിയത് കിട്ടിയ അവന്റെ കൂടത്താണ് അവരുടെ ഫുൾ പ്രണയം. അങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വിചാരിക്കുമ്പോൾ ഇവൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ഇതാ ഇപ്പൊ ഗബ്രിക്ക് വേണ്ടിയിട്ട് കരയുന്നു, മറ്റത് ഇത്രയും നെഗറ്റീവായിട്ട് പോലും ഗബ്രിക്ക് വേണ്ടി നിൽക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി ഇല്ലാതെ വേണ്ട, ട്രോഫി വരെ ഞാൻ ഗബ്രിയുടെ കയ്യിൽ കൊടുക്കുമെന്ന് പറയുന്നു. അതാണ് അവരുടെ ക്യാരക്ടർ. കൂടെ നിൽക്കുമ്പോൾ അവന് വേണ്ടിയിട്ട് ചങ്ക് വരെ പറിച്ചു കൊടുക്കും. മനസ്സിലായോ? പക്ഷേ ഒരു 10 മിനിറ്റോളം മാറി പുതിയൊരു റിലേഷനിലേക്ക് വരാൻ അവൾക്ക് വലിയ പാടൊന്നുമില്ല. അവന് കൂടെ തന്നെ ഇവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നാൽ അവന് കൂടെ നടക്കാം. അതല്ല അവൻ ഒരു 2 ആഴ്ച മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇവള് 2 ആഴ്ച വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ ഇവളുടെ മനസ്സിലേക്ക് പുതിയ ബന്ധങ്ങൾ വരാം. അതായത് ഇവളുടെ ബന്ധത്തിനൊന്നും ഒരു സിൻസിയാരിറ്റി ഇല്ല. മനസ്സിലായോ? ഒരു വാല്യൂ ഇല്ല. അവൾ അപ്പോഴും കാണുന്ന ഒരു ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ ഒരു പയ്യനോടോ ഒരാളോട് തോന്നുന്ന പിന്നെ ഗാഢമായ സ്നേഹം, അത് ഏത് ലെവലിൽ വരെ പോവാം. അതിന് വേണ്ടിയിട്ട് എന്തും അവൾ ചെയ്യും. പക്ഷെ അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. കുറച്ച് സമയത്തേക്ക് അവൾക്ക് ആ പ്രണയം കാണത്തുള്ളൂ. അതിനുശേഷം പുതിയൊരു വ്യക്തി വരുമ്പോൾ ഇതേ ഗാഢത എന്ത് ചെയ്തും യവനെ മാറ്റിക്കൊണ്ട് പുതിയ വ്യക്തിയിലേക്ക് പോകും. യവനെ കറിവേപ്പില പോലെ വലിച്ചെറിയും. മുമ്പ് തന്നവനെ കറിവേപ്പില പോലെ വലിച്ചെറിയും. അവനുമായിട്ട് ഒരു മൈൻഡിലാണ് നീ എന്തോ ആയിക്കും എന്നുള്ളതിൽ. ഇപ്പം പ്രസന്റിൽ അവളെ കയ്യിൽ ആര് പിടിച്ചിരിക്കുന്നു അവരുടെ അടുത്തായിരിക്കും അവരുടെ പ്രണയം. അത് തന്നെയാണ് ഇവിടെ. ഇവർ തമ്മിൽ ഒരു ആത്മാർത്ഥ ഒരു തേങ്ങയുമില്ല. ഈ വീട്ടിനകത്തുള്ളപ്പോൾ അവർക്ക് തമ്മിൽ ഒരു ശാരീരിക ഒരു അഫക്ഷൻ ഉണ്ട്. അവരെ തൊട്ടടുത്തിരിക്കുകയും അല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന അതിന് മെയിനായിട്ട് കാണാൻ സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ ജാസ്മിനാണ് കൂടുതൽ അവനെ എന്ത് ചെയ്ത് ഒരു ഇന്റിമസി കൊണ്ടുവന്നു. അവളെ പിടിക്കുകയും വലിക്കുകയും കിസ് ചെയ്യുകയും അങ്ങനെയൊക്കെ അതിനൊക്കെ വെച്ച് കൊടുത്തു. ഇവർ തമ്മിൽ ഒരു ഇന്റിമസി കൂടി. കാരണം പിന്നെ അടുത്തിരിക്കുമ്പോൾ ദേഹത്ത് തൊടണം എന്നൊരാഗ്രഹം, ഉമ്മ വെക്കണമെന്നൊരു, അത് മനുഷ്യരല്ലേ, ഒന്ന് വയ്ക്കും, ആദ്യം കയ്യിൽ പിടിക്കും, പിന്നീട് അവിടെ പിടിക്കും, പിന്നെ കടിയാവും, പിന്നെ ഉമ്മ വയ്ക്കും, പിന്നെ അത് ആഗ്രഹങ്ങൾ കൂടി വരും. ആദ്യമൊക്കെ കൈ പിടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നും. പിന്നെ കുറേ ദിവസം ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സുഖം മാറും. പിന്നെ കൈയെന്ന് പറഞ്ഞാൽ വേറെ പല ഭാഗത്തേക്കും പോകും. അത് മനസ്സ് സഹജമാണ്. മനസ്സിലായി? ആദ്യം ഈ പറയുന്ന കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ എന്താണ്, ശരി ഒരു ഉമ്മ കൊടുത്ത് ആദ്യം ഭയങ്കര കയ്യിൽ ഉമ്മ കൊടുത്ത്, പിന്നീട് കയ്യിൽ പിടിക്കുന്നതോ ഉമ്മ കൊടുക്കുന്നതോ ഒന്നും ആകാതെ. പിന്നെ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ശ്രമിച്ചത്. അവർ തമ്മിൽ ആത്മാർത്ഥ പ്രണയമൊന്നുമില്ല, പക്ഷെ അവർ തമ്മിൽ ഒരു അഫക്ഷൻ ഉണ്ട്. അതാണ് നിങ്ങൾ അവിടെ കാണാൻ ശ്രമിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഇതിനു മുമ്പേ അടിച്ച് പിരിഞ്ഞു പോയത്. ഇപ്പൊ കാണിക്കുന്ന ഈ വിരഹവും ഇതൊക്കെ അവരുടെ ഡ്രാമയാണ്. പക്ഷെ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് ആത്മാർത്ഥ പ്രണയമല്ല, 2 ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള അഫക്ഷൻ.